പ്ലസ് ടു കോഴ കേസിൽ കെ.എം. ഷാജിയുടെ വാദങ്ങൾ തള്ളി സർക്കാർ. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം തെറ്റാണെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ പറഞ്ഞു. കേസിൽ കൂടുതൽ സാക്ഷികൾ ലീഗ് പ്രവർത്തകരും മുൻ ഭാരവാഹികളുമാണ്. സംശയാസ്പദമായ ഇടപാടുകളാണ് കേസിൽ നടന്നതെന്നും സർക്കാർ ആരോപിച്ചു. വിവരങ്ങൾ നൽകാൻ ഡി ധനസമോ ചേരുന്നുണ്ട്. ധനസമോ, എന്തെല്ലാമാണ് സർക്കാരിന്റെ വാദങ്ങൾ? അതായത് ഹൈക്കോടതി ഈ കേസ് വിജിലൻസ് അന്വേഷണം FIR റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് അപ്പീലുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തിയത്. സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി നേരത്തെ നോട്ടീസ് അയക്കുകയും അങ്ങനെ ഷാജി അതനുസരിച്ചാണ് തൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയുള്ള ഒരു കേസാണിത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വീണ്ടും ഒരു എതിർശക്തി വാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. കാരണം അത് ഈ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഈ കേസെടുത്തിരിക്കുന്നത്. മറിച്ച് ഒരു ദുരൂഹമായ ഇടപെടൽ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിന് പിന്നിൽ കാര്യം മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. മാനേജർ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സത്യം തെളിയണമെങ്കിൽ വിശദമായ ഒരു അന്വേഷണം വേണ്ടിവരും എന്നുള്ള കാര്യം തന്നെയാണ് സുപ്രീം കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധി തള്ളിക്കളയണമെന്നും ഷാജിക്കെതിരെ വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യവുമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാര്യം 2014 അഴീക്കോട് സ്കൂളിലെ +2 ബാച്ച് അനുവദിക്കാൻ ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിലാണ് വിജിലൻസ് കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ ഈ രജിസ്റ്റർ ചെയ്തത് 2020 അതായത് ഈ സംഭവം നടന്ന് 6 വർഷങ്ങൾക്ക് ശേഷമാണ് നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇതിനകത്ത് ഒരു പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയപരമായി തന്നെ കൊടുക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടി കെ.എം. ഷാജി തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയെ മറുപടി സത്യവാങ്മൂലം കൊടുത്തത്. അദ്ദേഹം പറയുന്നത് സർക്കാരിൻ്റെ ഈ അപ്പീൽ പിഴ സഹിതം തള്ളിക്കളയണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഈ ഷാജിയുടെ വാദങ്ങൾ നിലനിൽക്കില്ലെന്നും സാക്ഷികളായിട്ടുള്ളൊരു പലതും സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്, അതായത് മുസ്ലിം ലീഗ് ഭാരവാഹികൾ തന്നെയാണ്. അതുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടാണ് എതിർ സത്യവാങ്മൂലം ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മറ്റന്നാൾ കേസ് വീണ്ടും പരിഗണിക്കും.